നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിലേക്ക് 100ഓളം ഒഴിവുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. അത് എഞ്ചിനീയറിംഗുകാർക്ക് എന്ന് പറയുമ്പോൾ ബിടെക്കാർക്ക് മാത്രമല്ല ഡിപ്ലോമക്കാർക്കും അവസരങ്ങളുണ്ട്. നോൺ എഞ്ചിനീയറിംഗുകാർക്ക് BSc, BA, BCom പോലെയുള്ള മറ്റ് ഡിഗ്രിക്കാർക്കുമൊക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ സ്ഥാപനമായ CDAC-ലെ 300-ലധികം ഒഴിവുകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് 22 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ മറ്റു ചില അവസരങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മൾ വാട്സാപ്പ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ജോബ് സൈറ്റിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലികൾ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്കുള്ള ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഒലീവിയ എന്ന് പറഞ്ഞിട്ടുള്ള NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അതാത് മേഖലകളിൽ സ്കില്ലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അക്കൗണ്ട്സ്, ഓപ്പറേഷൻസ്, ഇന്റേണൽ ഓഡിറ്റ്, HR, ടെലികോളിംഗ്, MIS, അഡ്മിനിസ്ട്രേഷൻ, ലീഗല്, ഫ്രണ്ട് ഓഫീസ്, IT ഈ മേഖലകളിലൊക്കെ അവസരങ്ങളുണ്ട്. ഇതിലേക്കൊക്കെയുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഫെബ്രുവരി 10 ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. ഈ മേഖലകളിൽ താല്പര്യമുള്ളവരാണെങ്കിൽ, ഈ ജോലിയിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ jobswitch.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഒലീവിയ എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഈ ISROയിലെയും CDAC-ലെയും ഒക്കെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു ബൾക്ക് ഹയറിംഗ് അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. പ്രീതി സിൽക്സ് മലബാറിലെ ഒരു പ്രമുഖ വസ്ത്ര വ്യാപാര ഗ്രൂപ്പാണ്. ഇവര് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ അവരുടെ വിവിധ ഷോറൂമുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ട്രെയിനി, ബില്ലിംഗ് സ്റ്റാഫ്, ഫാഷൻ ഡിസൈനർ, കസ്റ്റമർ കെയർ, ഫ്ലോർ മാനേജർ, വെഡ്ഡിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള വിവിധ തസ്തികകളിലേക്ക് 500-ലധികം അവസരങ്ങളിലേക്കാണ് ഇവർ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് 12 ഫെബ്രുവരിയാണ്. 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് ഈ സുൽത്താൻ ബത്തേരിയിലുള്ള അടത്തറ ഓഡിറ്റോറിയത്തിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിന്റെ കൂടുതൽ വിവരങ്ങളും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ISROയുടെ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിലാണ് ഈ അവസരങ്ങളുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എഞ്ചിനീയേഴ്സിന് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് എന്ന തസ്തികയിലേക്കായിരിക്കും എഞ്ചിനീയേഴ്സിന് അവസരങ്ങളുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 10 ഒഴിവുകൾ, ഇലക്ട്രോണിക്സിൽ 10 ഒഴിവുകൾ, ഇലക്ട്രിക്കലിൽ 5 ഒഴിവുകൾ, സിവിലിൽ 5 ഒഴിവുകൾ, ഇൻസ്ട്രുമെന്റേഷൻ 3 ഒഴിവുകൾ, കെമിക്കൽ എഞ്ചിനീയറിംഗ് 3 ഒഴിവുകൾ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 5 ഒഴിവുകൾ. അങ്ങനെ 41 ഒഴിവുകളാണ് ഈ BTech എഞ്ചിനീയറിംഗുകാർക്ക് ഉള്ളത്. BTech കഴിഞ്ഞവർക്ക്. ഇത് ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ സ്റ്റൈഫൻഡ് ആയിരിക്കും. 9000 രൂപയായിരിക്കും സ്റ്റൈഫൻഡ് ലഭ്യമാവുക. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, അതായത് BTech ഫസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇനി ഡിപ്ലോമക്കാർക്കുള്ള അവസരം പരിശോധിക്കാം. അത് ടെക്നീഷ്യൻ അപ്രന്റീസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇവിടെ 44 ഒഴിവുകളാണുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 15, ഇലക്ട്രോണിക്സിൽ 10, ഇലക്ട്രിക്കൽ 10, സിവിൽ എഞ്ചിനീയറിംഗ് 5, കെമിക്കൽ എഞ്ചിനീയറിംഗ് 4 ഉൾപ്പെടെ 44 ഒഴിവുകളാണുള്ളത്. ഇതും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് 8000 പെർ മന്ത് ആയിരിക്കും. ഇതും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി, അതായത് പോളിടെക്നിക് ഡിപ്ലോമ 3 years ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇനി നോൺ എഞ്ചിനീയറിംഗുകാർക്കുള്ള അവസരങ്ങളുമുണ്ട്. BA, BSc, BCom പോലെയുള്ള നോൺ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 15 ഒഴിവുകളാണ് അവർക്കുള്ളത്. അവർക്ക് 9000 രൂപയായിരിക്കും പ്രതിമാസ സ്റ്റൈഫൻഡ് ലഭ്യമാവുക. ഇത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഈ BA ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവർക്ക് ഇതൊരു ഇന്റേൺഷിപ്പാണ്, ഒരു ഫുൾ ടൈം ജോബ് ആയിരിക്കില്ല. 1 year ഉള്ള ഒരു ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ആയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ISRO പോലെയുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. 2, വെറുതെ വീട്ടിലിരുന്ന് കരിയറിൽ ഗ്യാപ്പ് വരുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ഇന്റേൺഷിപ്പ് ചെയ്ത് ഒരു
എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ വേണം ഈ ഒരു അവസരം കണ്ടെത്തുവാനായിട്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ആർക്കാണ് കഴിയുക? ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഫ്രഷേഴ്സിനായിരിക്കും. പ്രത്യേകിച്ച് 2019, 20, 21, 22, 23 വർഷങ്ങളിൽ ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ BSc, BA, BCom ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകുന്നുണ്ട്. പ്രായപരിധി എഞ്ചിനീയേഴ്സിന് 28 വയസ്സാണ്, ഡിപ്ലോമക്കാർക്ക് 35 വയസ്സാണ്, നോൺ എഞ്ചിനീയറിംഗ് BSc, BA, BComകാർക്കൊക്കെ 28 വയസ്സായിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2024 ഫെബ്രുവരി 3 പ്രകാരമായിരിക്കും. SC, STക്കാർക്കും പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില റിലാക്സേഷനൊക്കെ ലഭ്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അവർക്ക് ഇത് നിങ്ങൾ അപേക്ഷിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് എഞ്ചിനീയേഴ്സിന് അതേപോലെ ഡിപ്ലോമക്കാർക്കും 10-ാം തീയതി ശനിയാഴ്ചയാണ്. 9:30-ക്കും 9:30-ക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാം. ഈ നോൺ എഞ്ചിനീയറിംഗുകാർക്ക് BSc, BA, BComകാർക്കൊക്കെ ഉള്ളത് വോക്ക് ഇൻ ഇൻ്റർവ്യൂ സൺഡേ ആണ്. അതായത് 11-ാം തീയതി 9:30-ക്കും 12:30-ക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. എവിടെയായിരിക്കും ഇതിൻ്റെ വോക്ക് ഇൻ ചെയ്യേണ്ടത്? വോക്ക് ഇൻ ചെയ്യേണ്ടത് ISROയുടെ ഈ സെൻറ്ററിലാണ്. ഈ സെൻറ്റർ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയൊന്നുമല്ല, നമ്മളുടെ ഈ തിരുനെൽവേലി ജില്ലയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തിനൊക്കെ അടുത്ത് ഉള്ള തിരുനെൽവേലി ജില്ലയിൽ വെച്ചിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അവിടുത്തെ ISRO പ്രൊപ്പൽഷൻ സെൻറ്റർ മഹേന്ദ്രഗിരി അവിടെ വെച്ചിട്ടാണ് ഈ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഫോട്ടോ, ID പ്രൂഫ്, ആധാർ അല്ലെങ്കിൽ ഇലക്ട്രൽ ID അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ ബയോഡാറ്റ ഒക്കെ ആയിട്ട് വേണം വോക്ക് ഇൻ ചെയ്യാനായിട്ട്. ബയോഡാറ്റയുടെ ഒരു ഫോർമാറ്റും ഒക്കെ ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ മനസ്സിലാക്കുക, എങ്ങനെ അവിടേക്ക് എത്തും ആ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് CDAC-ൽ ലഭ്യമായിരിക്കുന്ന, കേരളത്തിൽ ഉൾപ്പെടെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. CDAC എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനൊക്കെ കീഴിലുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവരിവിടെ നൽകുന്നുണ്ട്. അപ്പോൾ CDAC-ലേക്ക് ഉള്ള റിക്രൂട്ട്മെൻ്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒത്തിരി മേഖലകളിൽ എക്സ്പെർട്ടൈസ് ഉള്ള സ്കില്ലുള്ളവരെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇത് കാണാൻ സാധിക്കും, പല മേഖലകളിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറിൻ്റെ വിവിധ മേഖലകൾ തൊട്ട് മാത്സ് മുതൽ ഇലക്ട്രോണിക്സ്, മൾട്ടിമീഡിയ, അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അവസരങ്ങളുള്ളവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ട് CDAC-ൽ ജോലിയിലേക്ക് എത്താം. അത് വളരെ മികച്ച ശമ്പളം, ഏതാണ്ട് 22 ലാഖ് പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒട്ടനവധി തസ്തിക, 300-ലധികം ഒഴിവുകളിലേക്കാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ചില തസ്തികകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രൊജക്ട് അസോസിയേറ്റ്, ഇത് പലതും ഫ്രഷേഴ്സിന് ഉള്ളതാണ്, ചിലത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മിക്കവാറും എല്ലാ തസ്തികകളിലും തിരുവനന്തപുരത്തും ഒഴിവുകളുണ്ട്, അല്ലേ? നമ്മുടെ കേരളത്തിൽ CDAC ഉള്ള തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തും ഒക്കെ അവസരങ്ങളുണ്ട്. ഇവിടെ എല്ലാം തിരുവനന്തപുരം എന്ന് കാണാൻ സാധിക്കും, ഉണ്ടോ? അപ്പം എന്തൊക്കെയാണ് ആ ഒഴിവുകൾ എന്ന് നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രൊജക്ട് അസോസിയേറ്റ്, ജൂനിയർ ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ, 45 ഒഴിവുകളുണ്ട്. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് അപ്ലൈ ചെയ്യാനും സാധിക്കും. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒഴിവുകളുണ്ട്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. BTech അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രി ഉള്ളവർക്കോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ്, അതായത് MSc അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടറോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ME MTechകാർക്ക് അപേക്ഷിക്കാം. PhD ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാം. വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇവരെ ചോദിക്കുന്നില്ല. MBA ഒക്കെ ഉണ്ടെങ്കിൽ പ്രിഫേർഡ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അത് വേണ്ട സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാം. ഇവിടെ വന്നിട്ട് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇവിടെ കൂടുതൽ ഒഴിവുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നാൽ ഒട്ടനവധി ഒഴിവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ പ്രൊജക്ട് എഞ്ചിനീയർ, ഇത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന മറ്റൊരു അവസരമാണ്. 75 ഒഴിവുകളുണ്ട്. അതിൽ വന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ ആർക്കായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. ഇതിനും BTechകാർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ്, MSc ഫിസിക്സ് കെമിസ്ട്രി, MSc മാത്സ്, MSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MCAക്കാർക്കൊക്കെ അപേക്ഷിക്കാം. ME MTechകാർക്ക് അപേക്ഷിക്കാം. അങ്ങനെ PhDക്കാർക്കൊക്കെ അപേക്ഷിക്കാം. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെയും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ സാലറി കാര്യങ്ങളും ഒക്കെ ഇവരിവിടെ നൽകുന്നുണ്ട്. വളരെ മികച്ച ശമ്പളമാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 7 ലാഖ് പെർ ആനം വരെയാണ് ഇവിടെ ശമ്പളം ഫ്രഷേഴ്സിനൊക്കെ ലഭ്യമാകുന്നത്. ഇങ്ങനെ ഒട്ടനവധി തസ്തികകളിൽ അവസരങ്ങളുണ്ട്. ഇവിടെ വന്നാൽ അതിൻ്റെ ഓരോത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജർ, പ്രോഗ്രാം മാനേജർ, പ്രൊജക്ട് ഓഫീസർ, അത് ഫൈനാൻസിലുണ്ട്. അതേപോലെ ഔട്ട്റീച്ച് ആൻഡ് പ്ലേസ്മെൻറ്റ്, പ്രൊജക്ട് സപ്പോർട്ട് സ്റ്റാഫ്, ഹോസ്പിറ്റാലിറ്റി പോലെയുള്ള മേഖലകളിൽ
അങ്ങനെ പല മേഖലകളിലും അവസരങ്ങളുണ്ട്. പ്രൊജക്ട് സപ്പോർട്ട് സ്റ്റാഫ്, ഫൈനാൻസ്, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. BCom വിത്ത് 50%, അല്ലെ MCom MBA ഫിനാൻസ് വിത്ത് 50% ഉള്ളവർക്ക് അപേക്ഷിക്കാം. നമ്മുടെ തിരുവനന്തപുരത്തും ഒക്കെ ഒഴിവുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BComകാർക്ക് 3 years എക്സ്പീരിയൻസ് വേണം. MComകാർക്ക് അല്ലെ MBA ഫിനാൻസുകാർ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ടാലി പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അറിയണം. ഇവിടെ 3 lakh per annum ആയിരിക്കും ശമ്പളം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി തസ്തികകൾ ഇവിടെ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. പ്രൊജക്ട് ടെക്നീഷ്യന്, അതേപോലെ ഇത് കണ്ടോ 100 ഒഴിവുകൾ. സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ, മൊഡ്യൂൾ ലീഡ്, പ്രൊജക്ട് ലീഡ്, 100 ഒഴിവുകൾ ഇവിടെ ലഭ്യമാണ്. പ്രൊജക്ട് ടെക്നീഷ്യൻ ആയിട്ടുള്ള അവസരങ്ങൾ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. എങ്ങനെ അപേക്ഷിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ മുമ്പ് കാണിച്ച പേജിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈന് നിങ്ങൾക്ക് ഫെബ്രുവരി 20 വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇൻ്റർവ്യൂ ഡേറ്റ് പിന്നാലെ അറിയിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൂടിയോ അതല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.